സന്തോഷ ദിവസങ്ങളൊക്കെ ആഘോഷമാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വിരുന്നുകാരായിട്ട് വരുന്നില്ല. അങ്ങനെ പെരുന്നാളായിട്ട് വിരുന്നുകാരൊന്നും ഇല്ലാതുകൊണ്ട് വെറുതെ തേരാപ്പര നടക്കാറ് ഞാനും അനിലേട്ടനും കൺമണിയൊക്കെ. അപ്പോഴാണ് ദേവദൂതനെ പോലെ എന്റെ ആങ്ങളെ വന്നത് കേട്ടോ. പണ്ടത്തെ കീരിയും പാമ്പാണ് കേട്ടോ. ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിക്കണേ. സ്കൂളിലൊക്കെ പോണ സമയത്ത് ഒരേ ബസ്സിലാ പോവെങ്കിലും വീടിന്റെ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ പരസ്പരം ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ ഇപ്പൊ കണ്ടത്. അങ്ങനെ ഏട്ടൻ വന്നതും പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഏട്ടന് ചായ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ നന്നാരി സർബത്ത് ഉണ്ടാക്കി. പിന്നെ കുറച്ച് എണ്ണക്കടികൾ ഞങ്ങൾ വരുന്ന വഴിക്ക് വാങ്ങിച്ചേർന്നു കേട്ടോ. പഴംപൊരിയും സമോസയും ഉള്ളിവടയൊക്കെ. അപ്പൊ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിളക്കൊക്കെ വെച്ചിട്ടൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. കൺമണിക്ക് നല്ല രസമായിരുന്നു കേട്ടോ. മാമന്റെ തൊള്ളിൽ ഇരുന്ന് പാട്ടും പാടി നടക്കായിരുന്നു അവള്. ഉച്ചയ്ക്ക് ആരില്ലാത്തോണ്ട് ഞങ്ങൾ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഒന്നും വെച്ചേർന്നില്ല കേട്ടോ. അപ്പൊ നടന്നു വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് പോർക്ക് വാങ്ങി. പിന്നെ ഈ സാധനത്തിൽ 2 ദിർഹംസ് കളഞ്ഞു. തോൽക്കാനായി ഇനിയും എന്റെ ജീവിതം ബാക്കി. പിന്നെ ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു കേട്ടോ. റൂമിൽ വന്നിട്ട് പോർക്കൊക്കെ വെച്ചിട്ട് വേണം കഴിക്കാൻ. പോർക്കും നെയ്ച്ചോറും ഉണ്ടാക്കാന്നാ വിചാരിച്ചേ. പക്ഷേ ഏട്ടന് പോർക്കും പുട്ടും മതിയെന്ന് പറഞ്ഞു. അങ്ങനെ റൂമിലെത്തിയതും വേഗം പുട്ടുണ്ടാക്കി. പിന്നെ പോർക്ക് വെക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ചൂടാക്കി അയക്കി കുറച്ച് വലിയ ജീരകവും കറിവേപ്പില ഇട്ട് ഉള്ളിയിട്ട് മൂപ്പിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം വാട്ടിയെടുത്തു. ഉപ്പ് ഞാൻ ആദ്യം തന്നെ ഒരു കൊട്ടയ്ക്ക് അങ്ങോട്ട് ഇടും കേട്ടോ. ഒന്നെങ്കിൽ കൂടും, അല്ലെങ്കിൽ കുറയും, അല്ലെങ്കിൽ കറക്റ്റ് ആവും. അതാണ് അവസ്ഥ. പിന്നെ അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തട്ടി അതിന്റെ പച്ചമണം മാറിയപ്പോഴേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടു. അതിന്റെ മണം മാറിയപ്പോഴേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പോർക്കിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. വെള്ളമൊക്കെ വറ്റി വരണ്ട് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെച്ചു. അങ്ങനെ പോർക്കും റെഡിയായി. ഞങ്ങളുടെ അപ്പുറത്ത് റൂമത്തെ താത്ത തന്നതാട്ടോ. അത് കുറച്ച് ഗീ റൈസും പിന്നെ ഒരു കറിയും പിന്നെ എന്തൊക്കെയോ കുറച്ച് സ്വീറ്റ്സും പിന്നെ ഉച്ചയ്ക്ക് വെച്ച കുറച്ച് മീൻ കറിയും കുറച്ച് മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ പെരുന്നാൾ സ്പെഷ്യൽ. അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ അടിപൊളിയായപ്പോൾ ബൈ.